നമുക്ക് ഐശ്വര്യമായിട്ട് 10th റിസൾട്ട് നോക്കാം. +2ന്റെ കാര്യം പറയുകയാണെങ്കിൽ, അപ്പോൾ ഇതാണെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. ഒരു പക്ഷേ കുറച്ചുകൂടെ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് 2nd റാങ്ക് അടിച്ചേനെ. നമ്മൾ ആ പഠിക്കുന്ന കാലഘട്ടമാണ്, നമ്മളൊരു സ്കൂൾ കാലഘട്ടം അല്ലെങ്കിൽ കോളേജ് കാലഘട്ടം. ഹലോ, ഹായ്, നമസ്കാരം മക്കളെ. അപ്പൊ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് കുറെ നാളായിട്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു വീഡിയോ ആണ്. SSLC റിസൾട്ടിന്റെ സമയത്ത് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം, പക്ഷെ നടന്നില്ല. ഇന്നിപ്പോൾ ഞാനുണ്ടല്ലോ ഡെയിലി വ്ളോഗ് എടുക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പം ഇന്ന് കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ വീട്ടിൽ ഗ്യാസ് തീർന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചക്കലത്തേക്കായിട്ടുള്ള അരി അടുപ്പത്തിട്ടപ്പോഴാണ് നമ്മുടെ ഗ്യാസ് തീർന്നു പോയത്. അതുവരെയുള്ള വ്ളോഗ് ഞാൻ ഷൂട്ട് ചെയ്തായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഗ്യാസ് തീർന്നത് കൊണ്ട് നമുക്ക് ആ ഒരു കണ്ടന്റ് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പിന്നെ വെറുതെ ഇരിക്കുന്ന എന്തിനാ, നമുക്ക് ഈ ഒരു കണ്ടന്റ് എടുക്കാന്ന്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബോറടി ഫീൽ ചെയ്യുകയാണെങ്കിൽ അപ്പോഴും സ്കിപ്പ് ചെയ്ത് പൊക്കോണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ സ്പീഡ് കൂട്ടിയിട്ടിട്ട് കണ്ടാൽ മതി. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ SSLCയുടെ റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ SSLCക്ക് എനിക്ക് 5 A+ഉം 3 Aയും 1 B+ഉം 1 Bയും ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ഇതിന്റെ പിറകിൽ ഒരു കഥയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ട്യൂഷന് പോയിട്ടേ ഇല്ലെന്ന് വെച്ചാൽ 9ാം ക്ലാസ് വരെയും ഞാൻ ട്യൂഷന് പോയിട്ടേ ഇല്ല. അപ്പം ഞാൻ LP സ്കൂളിൽ പഠിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ പട്ടത്താനത്തുള്ള വിമല ഹൃദയ LP സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിമല ഹൃദയ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ബാക്കി 5ാം ക്ലാസ് തൊട്ട് ഞാൻ പഠിച്ചത്. 4ാം ക്ലാസ് വരെ LP സ്കൂളിലും 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ വിമല ഹൃദയം ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് പഠിച്ചത്. അപ്പം ഞാൻ 10ാം ക്ലാസ്സിലാണ് ഗൈസ് ട്യൂഷന് പോയി തുടങ്ങിയത്. നമ്മുടെ സിൻസിയർ അക്കാഡമി, അവിടെ ഇപ്പം ട്യൂഷൻ സെന്റർ ഇല്ലെന്നാണ് തോന്നുന്നത്. അപ്പം ഞാൻ നല്ല ഭയങ്കര ഡേ ടു ഡേ ആയിട്ട് പഠിക്കുന്നു, നല്ല മാർക്ക് വാങ്ങുന്നു. ഫസ്റ്റ് ടേം എക്സാം വന്നപ്പോഴത്തേക്കും എനിക്ക് ബാക്കി എല്ലാ വിഷയത്തിനും A+ ഉണ്ട്, മാത്സ് ഒഴികെ. മാത്സ് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സബ്ജക്റ്റാണ് ഗൈസ്. ഇപ്പോഴും എനിക്ക് മാത്സിൻ്റെ ABCD അറിയത്തില്ല. കൂട്ടാനും കുറയ്ക്കാനും ഡിവൈഡ് ചെയ്യാനൊക്കെ അറിയാം, അതറിയാം, ബേസിക് ആയിട്ടുള്ള കാര്യം അറിയാം. പക്ഷേ എനിക്ക് മാത്സിന് എനിക്ക് എങ്ങനെയൊക്കെ പോയാലും എനിക്ക് ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റാണ്. ഇനിയിപ്പം ഞാൻ ക്ലാസ്സിലിരുന്ന് എനിക്ക് മനസ്സിലായാൽ കൂടിയും ഞാൻ ഇനി എക്സാമിന് പോയി ഇരിക്കുമ്പോൾ എനിക്കത് അപ്ലൈ ചെയ്യാൻ അറിയത്തില്ല. അതെൻ്റെ ഒരു വലിയ ഡിഫക്റ്റാണ്. ഓക്കെ, അപ്പം മാത്സിന് എങ്ങനെ പോയാലും എനിക്ക് മാർക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അപ്പം എൻ്റെ വിചാരം 9 A+ ഉറപ്പാണ്. ഇനി ആ മാത്സ് മാത്രമേ ഉള്ളൂ കിട്ടാത്തത്. അങ്ങനെ ഇരിക്കെ ഒരു ഓണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും, ഒരു ഓണ എക്സാമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അഹങ്കാരം, ഞാൻ ഇനി ട്യൂഷന് പോകുന്നില്ല. വീട്ടിൽ കൺവിൻസ് ചെയ്യണം, ട്യൂഷന് പോകുന്നില്ല, ഞാൻ വീട്ടിൽ നിന്ന് പഠിച്ചോളാം, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ട്യൂഷന് പോകണ്ട, അങ്ങനെ ഇങ്ങനെ നിൽക്കാം. അങ്ങനെ ഞാൻ ട്യൂഷൻ നിർത്തി ഗൈസ്. അങ്ങനെ ഞാൻ 10ാം ക്ലാസ്സിൽ ട്യൂഷൻ നിർത്തിയതാണ് ഏറ്റവും വലിയ ഒരു അടിയായി മാറിയത്. ട്യൂഷൻ നിർത്തരുതായിരുന്നു എന്ന് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ എനിക്ക് ട്യൂഷൻ നിർത്തിയത് കൊണ്ടായിരിക്കാം ഒരു 5 A+ഉം 3 Aയും. ഇനി ഏറ്റവും വലിയ ഇതെന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഹിന്ദി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റായിരുന്നു. ജസ്റ്റിന മിസ്സാണ് പഠിപ്പിച്ചത്. ജസ്റ്റിന മിസ്സാണ് അടിപൊളിയായിട്ട് പഠിപ്പിക്കും. പക്ഷേ അതിന് എനിക്ക് A വന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അതാണ് നമ്മളിപ്പോൾ ആദ്യമേ പഠിച്ചു തുടങ്ങി, പക്ഷേ നമ്മൾ പിന്നീട് ആ ഒരു എഫേർട്ട് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പരാജയപ്പെടും. അപ്പം കേട്ടോ, മാത്സിന് ഇവിടെ എനിക്ക് B ആണ് കേട്ടോ. അപ്പം ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. അപ്പം ഇതുകൊണ്ടാണ് എനിക്ക് 10ാം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ബോയ്സിൽ പോകും. ബോയ്സ് അടിപൊളി സ്കൂളാണ്, നമ്മുടെ കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിലുള്ള ബോയ്സ്, അവിടെ പോകും. അപ്പോൾ എനിക്കും അവിടെ പോകണം, പക്ഷെ മാർക്കില്ലല്ലോ. അപ്പോൾ 10 A+ ഒക്കെ ഉള്ളവർക്കാണ് അവിടെ അഡ്മിഷൻ കിട്ടുന്നത്. അങ്ങനെ ഞാൻ എന്തോ ചെയ്തു, ആദ്യം ആ സ്കൂൾ തന്നെ വെച്ചു. പക്ഷേ നമ്മൾ പഠിച്ച സ്കൂൾ തന്നെ വിമലാർദയം തന്നെ വെക്കുകയായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആദ്യമേ തന്നെ ഒരു 5 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ ഒരു 5 പോയിന്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ട് അവിടെ അഡ്മിഷൻ കിട്ടും. പക്ഷേ ഞാനത് വെച്ചില്ല. ഞാൻ ബോയ്സ് വെച്ച ആദ്യം. അപ്പോൾ എനിക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു, തേർഡ് അലോട്ട്മെൻറ്റ് വന്നു. എന്നിട്ടൊന്നും എനിക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല. കരച്ചിൽ പിഴിച്ചിൽ. അങ്ങനെ വീട്ടിൽ ഉമ്മ
നിനക്ക് പഠിച്ചുകൂടായിരുന്നു, നീ ട്യൂഷൻ നിർത്തിയിട്ടല്ലേ നിനക്ക് മാർക്ക് കിട്ടാത്തതുകൊണ്ടാണല്ലോ അഡ്മിഷൻ കിട്ടാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക്. അങ്ങനെ എനിക്ക് ഫുൾ സ്ട്രെസ്സായി, എനിക്ക് പേടിയായിപ്പോയി പഠിക്കാം, അയ്യോ എനിക്ക് അഡ്മിഷൻ കിട്ടത്തില്ലേ എന്നൊക്കെയുള്ളൊരു പേടിയായിപ്പോയി. അങ്ങനെ എങ്ങനെയൊക്കെയോ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വന്നപ്പം AKMHSS മൈലാപ്പൂരിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി ഗൈസ്. +1 +2 അങ്ങനെ ഞാൻ അവിടെയാണ് പഠിച്ചത്. സയൻസ് ആയിരുന്നു ഞാൻ എടുത്തത് കേട്ടോ. അങ്ങനെ +2ൻ്റെ മാർക്ക് ഞാൻ പറയാം ഗൈസ്. അങ്ങനെ എൻ്റെ +2ൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി ഗൈസ്. +2ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ +1 ട്യൂഷൻ പോയിട്ടില്ല കേട്ടോ. വീണ്ടും +1 ട്യൂഷൻ പോയിട്ടില്ല. അപ്പോഴും ഞാൻ സയൻസ് സബ്ജക്റ്റ് എടുത്തതെന്നുള്ളൊരു ബോധം എനിക്ക് വേണം, ഞാൻ ട്യൂഷന് പോകണ്ടേ, പോയില്ല. അപ്പോൾ എനിക്ക് അന്നും മാത്സ് ഉണ്ട്. മാത്സ് എനിക്ക് കണ്ണെടുത്താൽ കണ്ടുപിടുത്ത സബ്ജക്റ്റ്. അതിൻ്റെ കൂടെ എനിക്ക് എങ്ങനെയൊക്കെ ഞാൻ ശ്രമിച്ചാലും എനിക്ക് മാത്സ് എന്തോ പറ്റത്തില്ല. അങ്ങനെ പക്ഷെ പഠിച്ച് പിന്നെ ഞാൻ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിനുണ്ടായിരുന്നു ഗൈസ്. അത് ഞാൻ റിവീൽ ചെയ്യാതിരിക്കുന്നത് മോശമാണ്. എനിക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നു. എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഗ്രേസ് മാർക്ക് കൂടെ ആഡ് ചെയ്തിട്ടാണ് എനിക്ക് A+ കിട്ടിയത്. ഒരു 5 A+ഉം ഒരു B+ ആയിരുന്നു എനിക്ക് എൻ്റെ +2ൻ്റെ റിസൾട്ട്. അവിടെയും B+ എന്തിനാണെന്ന് വെച്ചാൽ മാത്സിനാണ് കേട്ടോ B+. അപ്പോൾ ഇതാണ് എൻ്റെ +2ൻ്റെ റിസൾട്ട്. സോ +2ൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു 5 A+ഉം ഒരു B+ ഇല്ലേ, എനിക്ക് ഉറപ്പായിട്ടും ഉടനെ തന്നെ ഞാൻ വിചാരിക്കുന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടും. ബട്ട് അഗെയിൻ ഗൈസ്, ഇല്ല, എനിക്ക് ഞാൻ വിചാരിച്ച കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല. എനിക്ക് ആദ്യം അലോട്ട്മെൻറ്റ് വന്നതെന്ന് വെച്ചാൽ കൊട്ടാരക്കരയുള്ള സെൻറ്റ് ഗ്രിഗോറിയസ് എന്ന് പറയുന്നൊരു കോളേജിലാണ്. അപ്പം എൻ്റെ ആഗ്രഹം ബോട്ടണി എടുക്കണമെന്നായിരുന്നു സബ്ജക്റ്റ്. കാരണം +2ന് ബോട്ടണി പഠിപ്പിച്ച മിസ്സിനോടുള്ളൊരു ആരാധനയുണ്ടല്ലോ, ആ ഒരു വിഷയത്തോടുള്ളൊരു ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ബോട്ടണി എടുത്തത്. സുധാ മിസ്സായിരുന്നു പഠിപ്പിച്ചത്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ടെക്സ്റ്റ് ബുക്ക് തുറക്കത്തേ ഇല്ല. ആൻഡ് എന്താന്ന് വെച്ചാൽ പുള്ളിക്കാരുടെ ഗുണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്പ്ലെയിൻ ചെയ്യും, അത് നല്ല ധാരാളമായിട്ട് നമുക്ക് മനസ്സിലാവും. അങ്ങനെയായിരുന്നു. അങ്ങനെ സെൻറ്റ് ഗ്രിഗോറിയസിൽ കിട്ടി. പക്ഷെ നമുക്ക് അത്രയും ദൂരം ട്രാവൽ ചെയ്യാന്നുള്ളതുകൊണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു അവിടെ പോകാൻ. അപ്പം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അവിടെ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ ചേഞ്ചിന് കൊടുത്തിട്ട് നമുക്ക് വിമൻസിൽ അഡ്മിഷൻ കിട്ടി. അങ്ങനെ വിമൻസിൽ അഡ്മിഷൻ കിട്ടിയിട്ട് ഡിഗ്രിക്ക് അത്യാവശ്യം നല്ല മാർക്കുണ്ടായിരുന്നു. ഡിഗ്രിക്ക് എനിക്ക് ഇഷ്ടമുള്ള വിഷയമായതുകൊണ്ട് നന്നായിട്ട് ഞാൻ പഠിക്കുമായിരുന്നു. ക്ലാസ്സിലെ ടോപ്പേഴ്സിൻ്റെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു, നന്നായിട്ട് പഠിക്കുമായിരുന്നു. അപ്പം ഡിഗ്രിക്ക് എത്രയായിരുന്നു മാർക്ക് എന്നുള്ളത് നോക്കാം. SM കോളേജ് ഫോർ വിമൻ, അവിടെയാണ് പഠിച്ചത്. അപ്പോൾ ഇതാണെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. ഡിഗ്രിക്ക് എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. ബോട്ടണിയിൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. മാർക്ക് ഞാൻ പറയാം, കൺസോളിഡേറ്റ് എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്, ഡിഗ്രിക്ക് എനിക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് CCPA സബ്ജക്റ്റിന് 9.3% ഉണ്ടായിരുന്നു. A+ ആയിരുന്നു ഗ്രേഡ്. മുഴുവൻ അതായത് നമ്മുടെ എല്ലാ സെമ്മും കൂടി കളക്ട് ചെയ്യുമ്പം കിട്ടിയിരിക്കുന്നത് 89% ആണ് ഗൈസ്. ഞാൻ നല്ല പഠിപ്പിക്കുന്ന സമയത്ത് നന്നായിട്ട് പഠിക്കുമായിരുന്നു. അതാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട വിഷയമാണെങ്കിൽ നമ്മൾ പഠിക്കും, ഇഷ്ടപ്പെട്ട ഫീൽഡാണെങ്കിൽ നമ്മൾ പഠിക്കും. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ, കാരണം നല്ല മാർക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ PGക്ക് അഡ്മിഷൻ കിട്ടി. നമ്മുടെ SM കോളേജിൽ അഡ്മിഷൻ കിട്ടി. അപ്പം നമ്മുടെ വിമൻസിൽ PG ഇല്ലായിരുന്നു, ഞാൻ അവിടെ തന്നെ ജോയിൻ ചെയ്തേനെ. അങ്ങനെ MSc ബോട്ടണിക്ക് എനിക്ക് അഡ്മിഷൻ കിട്ടി. അപ്പം MScയിൽ എനിക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു എന്ന് നോക്കാം. MScയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ക്ലാസ് ടോപ്പറായിരുന്നു. പിന്നെ യൂണിവേഴ്സിറ്റി 7th റാങ്ക് ഉണ്ടായിരുന്നു. ഒരു പക്ഷേ കുറച്ചുകൂടെ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് 2nd റാങ്ക് അടിച്ചതിന്. കാരണം ഫസ്റ്റ് സെമ്മിൽ എനിക്ക് 2nd റാങ്ക് ഉണ്ടായിരുന്നു. 2nd സെമ്മിലും അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. 3rd സെമ്മായപ്പം എനിക്ക് മാർക്ക് കുറഞ്ഞു. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് ഓൺലൈനായിട്ടുള്ള ക്ലാസ് ആയിരുന്നു. അപ്പോൾ അന്നത്തെ എനിക്ക് തോന്നുന്നു ആ സെമ്മിൽ പ്ലാൻ ബ്രീഡിങ് അങ്ങനെ കുറച്ച് സബ്ജക്റ്റുകളാണ്. പ്ലാൻ ബ്രീഡിങ് എനിക്ക് കുറച്ച് ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. പിന്നെ കൊറോണയാണ്, വീട്ടിലിരിപ്പാണ്, നമ്മൾ ഓൺലൈനായിട്ട് പഠിക്കുകയാണ്, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ യൂട്യൂബ് അഡിക്റ്റാണ്. അങ്ങനെ കുറച്ച് ഉഴപ്പിയത് കൊണ്ടാണ് ഞാൻ ഈ 7th റാങ്കിലോട്ട് പോയത് യൂണിവേഴ്സിറ്റി. ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് 2nd റാങ്ക് അടിക്കാൻ പറ്റുമായിരുന്നു. കാരണം ഇപ്പം നോട്ട്സൊക്കെ ഞാൻ തന്നെയാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. PGയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യണം നോട്ട്, നമ്മൾ തന്നെ ടെക്സ്റ്റ് ബുക്കുകൾ കണ്ടെത്തണം. അങ്ങനെയൊക്കെ ഞാൻ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് ജസ്റ്റ് ഒന്ന്
മാക്സിമം കവർ ചെയ്തിട്ട് ഞാൻ സിലബസ് കവർ ചെയ്തിട്ട് പോകുമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഫസ്റ്റ് സെമ്മിൽ സെക്കൻഡ് റാങ്ക് അടിച്ചത്. പക്ഷേ ബാക്കിയുള്ള സമയത്ത് തേർഡ് സെമ്മെത്തിയപ്പോഴത്തേക്കും ഫ്ലോപ്പായി. പക്ഷെ ഫോർത്ത് സെമ്മിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് 7th റാങ്ക് കിട്ടിയത് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് സെൽഫി ക്യാം ആയതുകൊണ്ട് ദാണ്ടേ ഇത് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന പൊസിഷൻ സർട്ടിഫിക്കറ്റ് ആണ് 7th റാങ്ക് എന്നുള്ളത്. കാണാൻ പറ്റുമോ? ആ, PGക്ക് അങ്ങനെ എനിക്ക് 7th റാങ്ക് ഉണ്ടായിരുന്നു. കണ്ടോ? അപ്പം നമ്മൾ വിചാരിച്ചാലൊക്കെ കാര്യം നടക്കും, പക്ഷെ വിചാരിക്കാത്തത് കൊണ്ടാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ്, ഒരു വർഷമൊക്കെ എനിക്കൊരു ഗ്യാപ്പ് വന്നു. കുറച്ച് ചില കാരണങ്ങളാൽ എനിക്കൊരു വർഷം ഗ്യാപ്പ് വന്നു. എന്താണ് എന്നൊക്കെ ഞാൻ വരുന്ന വീഡിയോയിൽ പറയാം. ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ BEdന് ചേർന്നിട്ടുണ്ടായിരുന്നു. BEd ചേർന്നു. BEd 2 വർഷം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. BEdനും അത്യാവശ്യം നല്ല മാർക്കുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ എത്ര മാർക്കെന്ന് അറിയണ്ടേ? എനിക്ക് BEdന് A+ ഉണ്ടായിരുന്നു ഗൈസ്. 90% മാർക്കുണ്ടായിരുന്നു ഗൈസ്. ഞാനിങ്ങനെ ഫയൽ പരതിക്കൊണ്ടിരുന്നപ്പം എനിക്കൊരു സാധനം കിട്ടി. നിങ്ങൾക്കത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇത് കണ്ടോ ഗൈസ്? ഞാനാണ് ഗൈസ് ഇത്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞങ്ങൾ ടൂറ് പോയതാണ് കേട്ടോ. അപ്പോൾ എടുത്ത ഫോട്ടോയാണ്. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. ഇതിൽ ഞങ്ങൾ 3 പേരായിരുന്നു. ഞാൻ, അർച്ചന, ഭാഗ്യ ഒരുമിച്ച്, എപ്പോഴും 3 പേരായിരുന്നു ഒരുമിച്ച് നടക്കുന്നത്. പിന്നെ ദാണ്ട് ഇവളുണ്ടല്ലോ, ഇവളിപ്പം കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ ആയി. ഇപ്പം റീസെൻ്റ്ലി ഡെലിവറി കഴിഞ്ഞതേ ഉള്ളൂ. ഇവളുടെ കല്യാണം മെയ് 24-നാണ്. അപ്പം ഞാൻ എന്തായാലും കല്യാണത്തിൻ്റെ ഒരു വ്ളോഗ് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ കോല്. ഒന്നുകൂടെ കണ്ടോളൂ. കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ഞാൻ. ഇനി ഇത് ഞങ്ങളുടെ ഡിഗ്രിക്ക് ഞങ്ങൾ ടൂറ് പോയപ്പം ക്ലാസ് ഫുൾ എല്ലാവരും കൂടെ ചേർന്നെടുത്ത ഒരു ഫോട്ടോയാണ് കേട്ടോ. ഇതിൽ ഞാൻ എവിടെ നിന്ന് കണ്ടോ? ഞാൻ പേടിച്ചിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ബാക്കിലോട്ട് വീഴുമെന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പേടിച്ചിരിക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഇത് ഞങ്ങളുടെ ദേവപ്രിയ മിസ്സ്, ഇത് രശ്മി മിസ്സ്. ഇത് 2 പേരാണ് ഞങ്ങളുടെ കൂടെ വന്നത് ടൂറിന്. നിങ്ങൾ നല്ലോണം കണ്ടോളൂ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഒരു ഫോട്ടോകൾ നിങ്ങളെ കാണിക്കാനുണ്ട് ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ. ഇതിൽ എന്നെ കാണുന്നുണ്ടോ? എന്നെ കാണുന്നുണ്ടോ? ദാ നിൽക്കുന്നു ആ കുട്ടി. ദാ നിൽക്കുന്നു ആ കുട്ടി ഗൈസ്. അന്നുണ്ടല്ലോ ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന ദിവസം ഞങ്ങളുടെ മിസ്സ്, രശ്മി മിസ്സ്, ഞങ്ങൾക്കായിട്ട് പൗഡറൊക്കെ ആയിട്ടാണ് വന്നത്. എന്നിട്ട് പറഞ്ഞു കുറച്ച് പൗഡറൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്താൽ മതിയെന്ന്. അങ്ങനെയുള്ള നല്ല വൈബുള്ള മിസ്സായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഗൈസ്. അതിനിടയ്ക്ക് ഒരു കഥ പറയാൻ ഞാൻ വിട്ടുപോയി. കുഞ്ഞിലെ എന്നെ ട്യൂഷന് വിട്ടിട്ടില്ല. എന്നെ ഉമ്മ തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞൊരു 4ാം ക്ലാസ്സൊക്കെ എത്തിയപ്പോഴത്തേക്കും നമ്മൾ സ്വയം പര്യാപ്തത എന്നുള്ള ആ ഒരിത് വന്നപ്പോഴത്തേക്കും ഉമ്മ എന്നെ സ്വന്തമായിട്ട് പഠിച്ചോളാൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അപ്പോഴത്തേക്കും ഉഴപ്പി. നല്ലതുപോലെ പഠിക്കത്തൊന്നുമില്ലായിരുന്നു. എനിക്കൊരു സപ്പോർട്ട് സിസ്റ്റം എപ്പോഴും വേണമായിരുന്നു. ഞാൻ നന്നായിട്ട് പഠിക്കത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ 5ാം ക്ലാസ് ചേർന്നത് വിമലാഹൃദയത്തിലാണ്. അപ്പോൾ 5ാം ക്ലാസ്സിലും ഞാൻ നന്നായിട്ട് പഠിക്കത്തില്ലായിരുന്നു. ഒന്നുമില്ല. എനിക്ക് നന്നായിട്ട് പഠിക്കാൻ എനിക്ക് കഴിവുണ്ട്, പക്ഷെ ഞാൻ പഠിക്കത്തില്ലായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോൾ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ട്യൂഷൻ ഇല്ലാത്തതുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇല്ലെങ്കിലും പഠിക്കാം. ട്യൂഷൻ ഇല്ലെങ്കിലും സബ്ജക്റ്റൊക്കെ പഠിക്കാൻ പറ്റും. ക്ലാസ്സിൽ കേൾക്കുന്നത് വെച്ചിട്ട് പഠിക്കാൻ പറ്റും. പക്ഷേ ഞാൻ പഠിച്ചില്ല. അങ്ങനെ ഒരു ദിവസം ഡെയിലി എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, ഫ്രാൻസിസ് സാറിപ്പോൾ എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് സ്കൂളിൽ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ഫ്രാൻസിസ് സാറായിരുന്നു. അപ്പോൾ പഠിക്കാത്ത കുറച്ച് ആൾക്കാരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ പഠിക്കാത്ത ഈ പിള്ളേരെ നിരത്തി നിർത്തുമ്പം എന്നും സാർ ഉപദേശമാണ്. എന്നും ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് ഉപദേശം. എന്നിട്ടൊന്നും ഞാൻ നന്നാവുന്നില്ല. അങ്ങനെ വീട്ടിൽ നിന്ന് ആളെ വിളിക്കണമെന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് വാപ്പാണ് കേട്ടോ വന്നത്. ഉമ്മ അല്ല, വാപ്പായാണ് വന്നത്. അപ്പോൾ വീട്ടിൽ ചോദിക്കുന്നുണ്ട്, നിന്നെ എന്തിനാ സാറ് വിളിക്കുന്നത്? നീ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാക്കിയോ എന്നിങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പറയാൻ പറ്റുമോ, എനിക്ക് പേടിയാ. അങ്ങനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഫ്രാൻസിസ് സാറ്, ജാക്ലിൻ മിസ്സ് 2 പേരും കൂടെ ആണ് വാപ്പ വന്ന സമയത്ത് ഇരിക്കുന്നത്. അങ്ങനെ വന്നപ്പോഴത്തേക്കും ജാക്ലിൻ മിസ്സാണ് സംസാരിക്കുന്നത്. ഫ്രാൻസിസ് സാറല്ല, ജാക്ലിൻ മിസ്സ് സംസാരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഫ്രാൻസിസ് സാറ് മാത്സ് ടീച്ചർ, ജാക്ലിൻ മിസ്സ് ബയോളജിയാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ബയോളജി അല്ല, നമുക്ക് ബേസിക് സയൻസ് അല്ലേ, 5th സ്റ്റാൻഡേർഡിൽ ബേസിക് സയൻസ്. അങ്ങനെ വാപ്പ വന്നപ്പോഴത്തേക്കും
ഇങ്ങനെ ഓരോന്നായിട്ട് പറയാൻ തുടങ്ങി. പഠിക്കത്തില്ല, എന്താണ് നല്ലോണം എന്താണ് മാർക്കില്ല, നല്ല മാർക്കില്ല, അങ്ങനെയൊക്കെ കുറേ പരാതികൾ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ക്ലാസ് ലീഡറായിരുന്നു ആരതി അയ്യപ്പൻ. അപ്പോൾ അവളുടെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്, അടിപൊളിയാണ്, നന്നായിട്ട് പഠിക്കും ഒക്കെ ചെയ്യും. അപ്പം എൻ്റെ ടെക്സ്റ്റ് ബുക്ക്, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലാണ് അത് ഞങ്ങൾ ബേസിക് സയൻസിൻ്റെ നോട്ട് എഴുതുന്നത്. ആ സമയത്ത് പെൻസിൽ വെച്ച് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ആരതിയുടെ ടെക്സ്റ്റ് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ആരതിയുടെ ടെക്സ്റ്റ് കൊണ്ടുവന്നു, എൻ്റെ ടെക്സ്റ്റും എടുക്കാൻ പറഞ്ഞു, എൻ്റെ ടെക്സ്റ്റും കൊണ്ടുവന്നു. അങ്ങനെ ആദ്യമേ മിസ് ഇങ്ങനെ രണ്ട് ടെക്സ്റ്റും കൂടെ ഇങ്ങനെ വെച്ചിട്ട് കമ്പയർ ചെയ്തപ്പം എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മോശം, ആരതിയുടെ ഹാൻഡ് റൈറ്റിംഗ് അടിപൊളി. കണ്ടോ? അപ്പോൾ വാപ്പാടത്ത് ഇങ്ങനെ പറയാണ്, കണ്ടോ ഈ ഹാൻഡ് റൈറ്റിംഗ് കണ്ടോ, എനിക്ക് നന്നായിട്ടായിരിക്കും, നന്നായിട്ട് പഠിക്കും ആ കുട്ടി, ആരതി നന്നായിട്ട് പഠിക്കും എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്കൂളിലൊക്കെ പാരൻസിനെ വിളിച്ച് വരുത്തിയിട്ടുള്ള ആ ഒരു സംഭവമൊക്കെ. എന്ന് വെച്ചാൽ മുമ്പ് എക്സലൻ്റ് ആയിരുന്നു എന്നുള്ളതല്ല, പക്ഷെ ആദ്യമായിട്ടാണ് സ്കൂളിൽ വിളിച്ച് വരുത്തിയിട്ട് ഇത്രയും എന്താണ് വഴക്കൊക്കെ പറയുന്നത് ടീച്ചേഴ്സ്. അങ്ങനെ ഞാൻ കരച്ചിലങ്ങ് തുടങ്ങി. കരഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും അപ്പം കരഞ്ഞിട്ടില്ല, അപ്പോൾ ഞാനിങ്ങനെ കരയും എന്നുള്ള രീതിയിൽ നിൽക്കുക. അങ്ങനെ വാപ്പ പറഞ്ഞു, ഞാനല്ല പഠിപ്പിക്കുന്നത്, പഠിത്ത കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഉമ്മ ആണ്, എനിക്ക് അത്ര വിദ്യാഭ്യാസം ഇല്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വാപ്പ പോവാൻ നേരം എൻ്റെ അടുത്ത് പറഞ്ഞ്, ഇനി എന്നെ ഇങ്ങനെ വരുത്തിക്കരുത്, നല്ലോണം പഠിച്ചോണം. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി, ഞാൻ ഭയങ്കരമായിട്ടും കരഞ്ഞു. അപ്പോൾ ഫ്രാൻസിസ് സാറിന് അത് കണ്ടപ്പോൾ ഫ്രാൻസിസ് സാറിനും വിഷമായി. അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്, ഇപ്പോഴും ഓർമ്മയുണ്ട്. സാറിനും ഇങ്ങനെ വിഷമായി. അപ്പോൾ സാറും പോട്ട് കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിട്ടു. 5ാം ക്ലാസ്സിൽ എന്നിട്ടും ഞാനങ്ങനെ എനിക്കൊരു നന്നായിട്ട് പഠിക്കാനുള്ള ഒരു ഇത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ 6th സ്റ്റാൻഡേർഡ് ആയപ്പം ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഫ്രാൻസിസ് സാറ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ 6th സ്റ്റാൻഡേർഡ് ആയപ്പോൾ എന്നെ ബെഞ്ച് ലീഡറാക്കി. അപ്പം എൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ ബെഞ്ചിലെ ബാക്കിയുള്ള കുട്ടികളെ നോക്കണം, അതേപോലെ തന്നെ ഞാനും നന്നായിട്ട് പഠിക്കണം എന്നുള്ളത്. അപ്പം ഞാൻ അപ് ടു ഡേറ്റ് ആയിരിക്കണം എന്നുള്ളത്. അങ്ങനെ എനിക്ക് വാശിയായിരുന്നു, ഞാൻ നന്നായിട്ട് പഠിക്കണം, എനിക്ക് കാണിച്ചു കൊടുക്കണം, അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ, അങ്ങനെ എനിക്കും കഴിവുണ്ടെന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് പഠിച്ചു. അതിങ്ങനെ ഫസ്റ്റ് ടേം എക്സാം ആവുന്നതിന് തൊട്ട് മുമ്പ് സാറിനൊരു ലെറ്റർ വന്നു. അതുകൊണ്ടൊന്ന് ക്ലാസ്സിൽ കാണിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വേറെ ജോലി കിട്ടി, ഞാൻ പോവുകയാണ്, എനിക്ക് തോന്നുന്നു സാറിന് ഗവൺമെൻറ് ജോലി കിട്ടി കാണും. അപ്പം എൻ്റെ നെഞ്ചിലൊരു തീ, എൻ്റെ മനസ്സിലെത്തി. ബാക്കി എല്ലാവരുടെ മനസ്സിലെത്തി എന്താ, സാറ് പോവുക, ഇനി സാറിനെ കാണാൻ പറ്റത്തില്ല, സാറിൻ്റെ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല. എൻ്റെ തീ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ നന്നായിട്ട് പഠിച്ച് എഴുതുന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. സാറ് ട്രാൻസ്ഫർ ആയി പോവുമല്ലേ, ഒരു ഇടത്തി പോലെ വിടുന്നത്. പക്ഷെ ഞാൻ വിട്ടില്ല. ആ ഫസ്റ്റ് ടേം എക്സാം എഴുതി എനിക്ക് ഫുൾ എ ഗ്രേഡ് ഉണ്ടായിരുന്നു. അപ്പോഴും മാത്സ് എനിക്ക് പ്രശ്നമാണ് കേട്ടോ, പക്ഷെ എങ്ങനെയൊക്കെയോ എ ഗ്രേഡ് കിട്ടി, എല്ലാ സബ്ജക്റ്റിനും എ ഗ്രേഡ് കിട്ടി. ഞാൻ പ്രൂവ് ചെയ്തു എനിക്ക് പറ്റുമെന്നുള്ളത്. പിന്നെ എനിക്ക് ഒരു കുഞ്ഞിലെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അങ്ങനെയൊന്നും ഒരു പിള്ളേരുടെ അടുത്ത് ചെയ്യരുത്. ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ആനുവൽ ഡേ ആണോ എന്തുവാണെന്ന് എനിക്ക് ഓർമ്മയില്ല, യൂത്ത് ഫെസ്റ്റിവലാണോ എന്തുവാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എനിക്കറിയാം എനിക്ക് പാട്ട് പാടാൻ കഴിവില്ല, പക്ഷേ അത്യാവശ്യം ഡാൻസൊക്കെ കളിക്കും, എനിക്കറിയാം പാട്ട് പാടാൻ കഴിവില്ല. പക്ഷേ 4ാം ക്ലാസ്സുകാരി എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിൽ എനിക്ക് പാട്ട് പാടണം, ഗ്രൂപ്പ് സോങ് എനിക്ക് പാട്ട് പാടണം. അങ്ങനെ ഒരുമിച്ച് പാട്ട് പാടാനൊക്കെ തുടങ്ങി. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അത് ഞങ്ങൾ പാടാൻ ഓപ്റ്റ് ചെയ്തത് സുന്ദരിയേവ വെണ്ണിലവേവ എൻ ജീവത്താളം നീ പ്രണയിനീ ഹോ ഹോ ഹോ, ആ പാട്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ പാടുന്നത് ശരിയല്ല. അപ്പം ബാക്കി കുട്ടികളൊക്കെ കറക്റ്റ് അത്യാവശ്യം നന്നായിട്ട് പാടുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷെ എനിക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല, കാരണം ഞാൻ കുഞ്ഞാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 9 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ എന്നെ പുറത്താക്കി. എനിക്ക് വിഷമായി, ഞാൻ കരച്ചിലായിരുന്നു ക്ലാസ്സിൽ. അപ്പം എനിക്കിപ്പോഴുണ്ട്, ഷീബ എന്ന് പറയുന്നൊരു മിസ്സായിരുന്നു ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ വന്നിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു, അതവിടെ കിടന്ന് കരയട്ടെ, എന്തെങ്കിലും ചെയ്യട്ട്, അഹങ്കാരിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒന്ന് ഓർത്തു. അപ്പോൾ എനിക്ക് കൂടുതൽ വിഷമമായി, ഞാൻ വീണ്ടും കരയാൻ തുടങ്ങി. പിള്ളേർ എന്നെ പുറത്താക്കി, അതിൽ ന്യായമുണ്ട്, ഞാൻ നന്നായിട്ട് പാടുന്നില്ല. അപ്പം മിസ് എന്ത് ചെയ്യണം, എന്നെ സമാധാനിപ്പിക്കണം, പോട്ട് മോളെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്യിക്കായിരുന്നല്ലോ. മിസ് പക്ഷേ എന്താ പകരം ചെയ്തത്, ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അതിപ്പോഴും എൻ്റെ മനസ്സിലത് തങ്ങി നിൽക്കണമെങ്കിൽ, എനിക്കിപ്പോൾ 26 വയസ്സായി, ഇപ്പോഴും ഇത്രയും വർഷം കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കണമെന്നുണ്ടെങ്കിൽ അത്രയും അതെനിക്കൊരു വിഷമമായി, ട്രോമയായി എന്നുള്ളത് ആലോചിക്കണം. അപ്പോൾ ഒരിക്കലും ടീച്ചേഴ്സ് അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ.
ഇപ്പം ഞാൻ ഈ കഥകൾ പറഞ്ഞ കൂട്ടത്തിൽ എൻ്റെ മനസ്സിൽ തങ്ങി നിന്ന ആ ഒരു കഥ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ഈ സെയിം ഷീബ മിസ് തന്നെ, ഷീബ എന്നാണ് പേരെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇപ്പോഴും എനിക്ക് പുള്ളിക്കാരുടെ മുഖം ഓർമ്മയുണ്ട്. ഞാനും എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയും തമ്മിൽ ചെറിയൊരു പിണക്കം വഴക്ക്. ഇപ്പം അന്നത്തെ കുട്ടി അന്നല്ല കുഞ്ഞായിരിക്കുമ്പം നമ്മൾ നുള്ളും പിച്ചും അടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറയും. അപ്പം മാക്സിമം എനിക്ക് അത്ര അങ്ങോട്ട് ഫ്രണ്ട്സൊന്നും ഇല്ലായിരുന്നു. ഈ എൻ്റെ അടുത്തിരുന്ന കുട്ടി എന്നെ ഉപദ്രവിക്കുകയും വഴക്ക് പറയും, വേറൊരു കുട്ടിയായിട്ട് ചേർന്നിട്ട് സംഘം ചേർന്നിട്ട് ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ പരാതി വന്നപ്പം ആ കുട്ടിയുടെ അമ്മ പരാതിയായിട്ട് വന്നു. പക്ഷെ ഞാൻ അങ്ങനെ വീട്ടിൽ പരാതി പറഞ്ഞാലും എൻ്റെ ഉമ്മ അങ്ങനെ പോകത്തൊന്നുമില്ല കേട്ടോ, മറ്റേ കൊച്ചിനെ കുറ്റം പറയാനോ പരാതി പറയാനോ. അത് ഉമ്മ വിചാരിക്കുന്നത് കുഞ്ഞുങ്ങളല്ലേ, അപ്പം അവരങ്ങനെ തന്നെ ആയിരിക്കും, അതിനൊരു പരാതിയായിട്ട് ചെല്ലേണ്ട ആവശ്യമില്ല എന്നായിരിക്കും പുള്ളിക്കാർ ചിന്തിക്കുന്നത്, എനിക്കറിയത്തില്ല. അപ്പം അന്നും ഈ സെയിം മിസ് എൻ്റെ ഭാഗം കേൾക്കാനോ ഒന്നിനും നിന്നിട്ടില്ല. എന്നെ വിളിച്ചു വരുത്തി, ഈ കുട്ടിയെ വിളിച്ചു വരുത്തി, ആ കുട്ടിയുടെ അമ്മ പറഞ്ഞത് മാത്രം കേട്ടിട്ട് എന്നെ നന്നായിട്ട് അടിച്ചു ചൂരൽ വെച്ചിട്ട്. അപ്പം അപ്പോഴും എൻ്റെ മനസ്സിൽ ആ മിസ്സിനോട് വെറുപ്പ് ഡെവലപ്പ് ചെയ്തതല്ലാതെ ഒരു തരി പോലും സ്നേഹം ഡെവലപ്പ് ചെയ്തില്ല. കാരണം എന്താണ്, എൻ്റെ ഭാഗം കേട്ടില്ല, ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ അമ്മയുടെ മാത്രം ഭാഗം കേട്ടു. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഈ പഠിക്കുന്ന കാലഘട്ടം ഉണ്ടല്ലോ, നമ്മൾ വീട്ടുകാരുമായിട്ട് ജീവിക്കുന്ന ആ ഒരു കാലഘട്ടം, അമ്മയും അച്ഛനും എല്ലാവരും നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ആ ഒരു കാലഘട്ടം, ആ സമയത്താണ് ഏറ്റവും നല്ലത് നമുക്ക് ബെസ്റ്റ് കൊടുക്കാൻ പറ്റുന്നത്, പഠിക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് പറ്റത്തില്ല എന്നുള്ളതല്ല, കല്യാണം കഴിയും പറ്റും, അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അച്ചീവ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അങ്ങനെയല്ല. പക്ഷെ കുറച്ചുകൂടി ഈസി ആയിരിക്കും നമുക്ക് വീട്ടുകാരുമായിട്ടുള്ള ആ ഒരു സമയത്ത്. ഞാൻ പറയും, സ്കൂൾ, നമ്മൾ കോളേജ് പഠിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാലഘട്ടമാണ്. ഒരു 10, 21, 23 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന സ്ട്രഗിൾ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു സ്ട്രഗിൾ ആയിരിക്കും. നമുക്ക് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ വരും. ഇപ്പം സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചാണെങ്കിലും, ഞാൻ ഇത്രയും പഠിച്ചിട്ട് എനിക്കൊരു ജോലി കിട്ടുന്നില്ലല്ലോ എന്നോർത്തുള്ള ടെൻഷനായിരിക്കും, സ്ട്രെസ്സായിരിക്കും. സമൂഹത്തിൽ നിന്നും വീട്ടുകാരിൽ നിന്നും ഉണ്ടാകുന്ന കുറേ സ്ട്രെസ്സ്, നീ അതിന് പോ ഇതിന് പോ, അല്ലെങ്കിൽ ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്ന ഒരു സമയം, ജോലി ചെയ്തുകൊണ്ട് പഠിച്ചൂടെ എന്ന് ചോദിക്കുന്ന സമയം. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും നാളും കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പഠിച്ചിട്ടുള്ള ഒരു ആളാണ് ഞാൻ. അപ്പം എന്നെ സംബന്ധിച്ച് വീട്ടുജോലിയും പുറത്തു പോയി ജോലിയും ചെയ്തിട്ട് പിന്നെ വന്നിട്ട് PSC പഠിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ എന്നിട്ട് ഞാനൊരു മാക്സിമം അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും എനിക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എനിക്കൊരു വരുമാനം വേണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനും നമുക്ക് കുറേ സ്ട്രഗിൾസ് ഉണ്ട്. ഇതിന് നമുക്ക് മോണിറ്റൈസ് ആവാനും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് സ്ട്രഗിൾ ഉണ്ട്. അതിനിടയിൽ എനിക്ക് പഠിക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എപ്പോഴും പഠിക്കുന്ന കാലഘട്ടത്തിൽ ഹാപ്പി ആയിട്ടിരിക്കും ഉറപ്പായിട്ടും. അപ്പം പെട്ടെന്ന് ഇപ്പോൾ ഞാൻ കുഞ്ഞിനെയൊക്കെ വിചാരിക്കും, പെട്ടെന്ന് അങ്ങ് വലുതായെങ്കിൽ എനിക്ക് ജോലി കിട്ടുമല്ലോ, ജോലി കിട്ടുമ്പോൾ കൈ നിറയെ പൈസ കിട്ടുമല്ലോ, പൈസ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കിഷ്ടമുള്ളത് വാങ്ങാലോ, എനിക്കിഷ്ടമുള്ളത് അച്ചീവ് ചെയ്യാലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ വളർന്ന് വലുതായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അല്ല, വളർന്ന് വലുതായി കഴിഞ്ഞാൽ നമുക്കിതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നൊന്നും ഇല്ല. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ചെന്ന ഉടനെ ജോലിയെടുത്ത് തരാനൊന്നും ആരും ഇല്ല എന്നൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങിയത് അപ്പോഴാണ്. ഇപ്പം ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സമയമാണ് എനിക്ക്. എന്താകുമെന്നോ എങ്ങനെ ആകുമെന്നോ ഒന്നും അറിഞ്ഞൂടാത്തൊരു സമയമാണ്. എന്നെ പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഒന്ന് പുറകോട്ട് ചിന്തിക്കുമ്പം എനിക്ക് അതിനുള്ള കാലിബറുണ്ട്. പക്ഷേ എവിടെയോ വെച്ച് എനിക്ക് എൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എൻ്റെ കോൺഫിഡൻസ്, പഠിക്കാൻ ബുക്ക് എടുക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് എപ്പോഴെങ്കിലുമൊക്കെ. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഈ ഒരു മൊമെൻറ്റിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട്. എപ്പോഴും നമുക്ക് എല്ലാം ചെയ്തു തരാനായിട്ട് ആരും ഉണ്ടാവത്തൊന്നുമില്ല. നമ്മളപ്പം ഒറ്റയ്ക്ക് ജീവിച്ച് പഠിക്കണം എന്ന് തന്നെയാണ് സത്യമാണ്. ഒറ്റയ്ക്ക് നമ്മൾ ജീവിച്ചേ പറ്റത്തുള്ളൂ. അത് നമ്മുടെ ആവശ്യമാണ് നമ്മൾ അവിടെ എത്തുക എന്നുള്ളത്. അപ്പം ഇത്രയും ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കാത്ത രീതിയിലായിരിക്കും നമ്മുടെ ലൈഫ് പോകുന്നത്. ഇപ്പം എനിക്കൊരു 26 വയസ്സായി. ഈ ഒരു വർഷം 27 വയസ്സാവും. അപ്പം എനിക്ക് സമയമില്ല.
അത് ആലോചിക്കുമ്പം എനിക്കൊരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇമോഷണൽ ആവുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, എല്ലാവരുടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചൂസ് ചെയ്യുന്ന കോഴ്സ് നമ്മൾ ചൂസ് ചെയ്യുന്നതിന് മുൻപ് ഒന്ന് ചിന്തിക്കണം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊരു കോഴ്സ് ചൂസ് ചെയ്താലും അതിന് വേണ്ടിയിട്ട് അവസാനം വരെ ഒരു ജോലി കിട്ടാൻ വേണ്ടി അവസാനം വരെ പ്രയത്നിക്കുക. എവിടെയും വെച്ച് സ്റ്റോപ്പ് ചെയ്യരുത്. എന്ത് സാഹചര്യം വന്നാലും സ്റ്റോപ്പ് ചെയ്യരുത്. ഇതൊക്കെ ഞാൻ ഉപദേശിക്കുന്നുണ്ടെങ്കിലും എൻ്റെ കാര്യം കണക്കാണ്. പിന്നെ നമ്മൾ എത്ര മാർക്ക് ഏത് ക്ലാസ്സിൽ എങ്ങനെ മേടിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം. അറ്റ് ലാസ്റ്റ് നമുക്ക് എന്ത് നേടാൻ കഴിഞ്ഞു, ജോലി നേടാൻ കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആൻഡ് പഠിക്കുന്ന കാലം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് പഠിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഒരു 23 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട്. ഇപ്പോഴും അത് അച്ചീവ് ചെയ്യാൻ പറ്റാതെ നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ നമുക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ആ ഓപ്പർച്യൂണിറ്റി കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. സോ താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് കുറച്ച് നീണ്ട വ്ലോഗായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിച്ച് കാണും എൻ്റെ കഥയൊക്കെ കേട്ടിട്ട്. ഇനി എനിക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്, പക്ഷേ എല്ലാം കൂടെ ഈ വ്ലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്ലോഗ് വേണമെങ്കിൽ ഒന്ന് സ്പീഡ് കൂട്ടിയിട്ട് കണ്ടോളാൻ, കാരണം ബോറടിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.